ഹായ് വെൽക്കം ടു സ്കൂൾ മീഡിയ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ജോഗ്രഫി കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. The previous class we were already discussed about some of the factors that influence the seasonal change and different types of seasons and the features of the seasons. All of these we were discussed in the previous classes, and today we are going to discuss about some facts about time. You know, the headline of this chapter is Seasons and Time. The seasons, all facts about the seasons are already covered. Then let us discuss about some facts of time that influence this time. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സമയം എപ്പോഴും ഒരേ സമയമായിരിക്കുമോ? അല്ല. ഇപ്പോൾ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? 10 മണി, 11 മണി, 12 മണി, വൈകിട്ട് 4 മണി, രാത്രി 10 മണി, അങ്ങനെയൊക്കെ സമയം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ സമയം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ദ കണ്ടീഷൻ ഓഫ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബിക്കംസ് ചേഞ്ച് ഡ്യൂ ടു ദി ചേഞ്ച് ഓഫ് ടൈം. സമയം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയല്ല, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയും മാറിക്കൊണ്ടിരിക്കും. ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. 10 മണിക്കുള്ള അതേ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ ആയിരിക്കില്ല 12 മണിക്ക്. ആണോ? 10 മണിക്ക് സ്വല്പമൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടും ഒക്കെ ആയിരിക്കും. 12 മണിക്കാവുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. 4 മണിക്കാവുമ്പോൾ അത് കുറച്ച് കുറയുന്നു. വൈകിട്ട് 10 മണിക്കാവുമ്പോൾ കുറച്ചുകൂടി കുറയുന്നു. നേരം വെളുക്കാൻ കാലം 2 മണിക്കാവുമ്പോൾ നന്നായിട്ട് കുറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ അതും മാറും അല്ലേ സമയത്തിനനുസരിച്ച്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ചേഞ്ച് ഓഫ് ടൈം. സമയം എങ്ങനെ മാറുന്നു, അതിനനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ മാറുന്നു. ഇതിന് കാരണമായ ഒരു ബേസിക് ഫാക്ടർ ഉണ്ട്. ഓൺലി വൺ ബേസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ചേഞ്ച് ഓഫ് ടൈം ആൻഡ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. നമ്മുടെ സമയം മാറുന്നതിന് കാരണമായ ഒരു ബേസിക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ, ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയവും ഈ ക്ലാസ് ഫിനിഷ് ചെയ്യുന്ന സമയവും, അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മുടെ കണ്ടീഷൻസിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ മാറുന്നുണ്ട് അല്ലേ? ആ മാറ്റം എന്തുകൊണ്ടാണ് എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാന ഘടകമുണ്ട്. എ ബേസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ചേഞ്ച് ഓഫ് അവർ ടൈം ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ദ ഫാക്ടർ ഈസ് റൊട്ടേഷൻ. ഈ കാരണമായ ഘടകമാണ് ഏത് അറിയോ? റൊട്ടേഷൻ. നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിന് ഭ്രമണം എന്ന് പറയാം. എർത്ത് റൊട്ടേഷൻ, ഭ്രമണം. ഓക്കെ. അപ്പോൾ നമ്മൾ റെവല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് എർത്ത് റെവല്യൂഷൻ? ദാറ്റ് വി വർ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. ഓക്കെ. അപ്പോൾ ഈ സമയം മാറാൻ കാരണമായ ഘടകം എന്താ? ദാറ്റ് ഈസ് റൊട്ടേഷൻ. യു നോ വാട്ട് ഈസ് റൊട്ടേഷൻ? മലയാളത്തിൽ നമ്മൾ അതിനെ ഭ്രമണം എന്ന് വിളിക്കും. എർത്ത് which rotates its own axis. Earth rotates itself on its own axis. ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ? റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. The earth that rotates itself on its axis. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ. റൊട്ടേഷൻ ഈസ് ദ ബേസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ബിഹൈൻഡ്സ് ഓഫ് ദി ചേഞ്ച് ഓഫ് ടൈം. അപ്പോൾ സമയം ഇങ്ങനെ മാറാൻ കാരണമായ അടിസ്ഥാന ഘടകമാണ് ദാറ്റ് ഈസ് റൊട്ടേഷൻ. You know what is this? This is
earth axis. This is earth axis. It is an imaginary one that across the center of the earth. It is an imaginary one. ഇതാണ് നമ്മൾ എർത്ത് ആക്സിസ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ അതിനെ ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് വിളിക്കും. ഇതിലിങ്ങനെ ഭൂമി കിടന്ന് ഇങ്ങനെ കറങ്ങും അല്ലേ, ഭൂമി സ്വയം കറങ്ങും ഈ അച്ചുതണ്ടിൽ. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ. റൊട്ടേഷൻ ഈസ് ദ ബേസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ചേഞ്ച് ഓഫ് ടൈം. സമയം മാറാൻ കാരണമായ ഘടകമാണ് റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷൻ എന്താണെന്ന് പഠിച്ചു നമ്മൾ. റൊട്ടേഷൻ എന്താണെന്നൊന്നും നിങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റൊട്ടേഷൻ ഈസ് ദ ബേസിക് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ചേഞ്ച് ഓഫ് ടൈം ആൻഡ് ദി അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ ടൈമാണ്. ലോക്കൽ ടൈം ദാറ്റ് മീൻസ്, അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ കുറേ ഭാഗം കഴിയും. ഇനി കുറച്ചുകൂടി ഉണ്ടാകും, നമ്മൾ അടുത്തൊരു ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യും. നോക്കാം. വാട്ട് ഈസ് ലോക്കൽ ടൈം? വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ദാറ്റ് വെർട്ടിക്കലി എക്സ്പീരിയൻസ് ഓവർഹെഡ് ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്ത് സൂര്യൻ ഏറ്റവും നേരെ മുകളിൽ, ദാറ്റ് എക്സ്പീരിയൻസ് വെർട്ടിക്കലി ഓവർ എ പ്ലേസ്, ദാറ്റ് ഈസ് നൂൺ. ഒരു സ്ഥലത്ത് സൂര്യൻ നേരെ മുകളിൽ എപ്പോഴാണോ എത്തുന്നത്, വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ദാറ്റ് വെർട്ടിക്കലി എക്സ്പീരിയൻസ്ഡ് ഓവർ എ പ്ലേസ്, ദാറ്റ് ടൈം ഈസ് ദ ലോക്കൽ ടൈം ഓഫ് സച്ച് പ്ലേസ്. അതാണ് ആ പ്രദേശത്ത് that position of the sun, the vertical position of the sun that is considered for time calculation of that region. ആ പ്രദേശത്തിൻ്റെ സമയം കണക്കാക്കാൻ വേണ്ടി this time is called local time. ഒരു പ്രദേശത്ത് അവിടുത്തെ ലോക്കൽ ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയോ? ലോക്കൽ ടൈം എന്ന് പറഞ്ഞൊരു ടൈമാണത്. നമ്മളാരും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതൊരു സമയമാണ്, നിങ്ങൾ പഠിക്കാനുള്ള സംഭവമാണ്. ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ വെൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ദാറ്റ് വെർട്ടിക്കലി എക്സ്പീരിയൻസ്ഡ് ഓവർ എ റീജിയൻ. സൂര്യൻ്റെ സ്ഥാനം നേരെ മുകളിൽ, ഓവർ ഹെഡ് എന്നാണ്, നേരെ മുകളിൽ എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എപ്പോഴാണ് അനുഭവപ്പെടുന്നത്, ദാറ്റ് ഈസ് ദ നൂൺ. അതാണ് ആ സ്ഥലത്തെ കൃത്യമായിട്ടുള്ള നൂൺ സമയം, ഉച്ച സമയം അതാണ്. ആൻഡ് ദസ് ദ ടൈം കാൽക്കുലേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദിസ് പൊസിഷൻ ഓഫ് ദ സൺ ഓവർ ദി ഹെഡ്, ദാറ്റ് ഈസ് കോൾഡ് ലോക്കൽ ടൈം. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സൂര്യൻ എപ്പോഴാണോ ഇതിൻ്റെ നേരെ മുകളിൽ, എൻ്റെ കൃത്യം മുകളിൽ എത്തുന്നത്, that is the noon time, that means 12 o'clock. അതാണ് 12 മണി. എന്നിട്ട് when the position of the sun that shift towards the east, അപ്പോൾ അത് നേരെ എന്നിട്ട് എവിടേക്ക് പോകുന്നു, അത് എങ്ങോട്ട് മാറുന്നു? അപ്പോൾ അത് നമ്മൾ പടിഞ്ഞാറോട്ട് മാറുകയാണെങ്കിൽ towards the west, that is 1 o'clock. Then moves towards the west, that is 12 o'clock. അങ്ങനെ അത് പടിഞ്ഞാറോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അതിൻ്റെ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെ മാറ്റി വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോക്കൽ ടൈം. അപ്പോൾ ദ പൊസിഷൻ ഓഫ് ദ സൺ ദാറ്റ് എക്സ്പീരിയൻസ് ഓവർ ഹെഡ് ഓഫ് എ റീജിയൻ, ദാറ്റ് ഈസ് noon time of that region. Then the time that you calculate on the basis of the apex position of the sun, that is the local time. അപ്പോൾ സൂര്യൻ എപ്പോഴാണോ നേരെ മുകളിൽ, ഒരു പ്രദേശത്തിൻ്റെ നേരെ മുകളിൽ എത്തുന്നത്, അതാണ് അവിടുത്തെ ഉച്ച, ദാറ്റ് മീൻസ് 12 o'clock, 12 മണി. എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അവിടെ അതിൻ്റെ സമയം ഇങ്ങനെ മാറും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോക്കൽ ടൈം എന്ന് വിളിക്കുക. അപ്പോൾ ലോക്കൽ ടൈം നമ്മൾ പഠിച്ചു. ഈ ലോക്കൽ ടൈം നമ്മൾ ആരും ഉപയോഗപ്പെടുത്താറില്ല, നമ്മളത് കാര്യമായിട്ട് ലോക്കൽ ടൈം ഉപയോഗിക്കാറില്ല. കാരണം ലോക്കൽ ടൈം
സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ വരവോടുകൂടി ലോക്കൽ ടൈം എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ലോക്കൽ ടൈം എന്താണെന്ന് നിങ്ങൾ പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാറുണ്ട് എന്താണ് ലോക്കൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ദ വെർട്ടിക്കൽ പൊസിഷൻ ഓഫ് ദ സൺ that is considered as the noon time of that region, then after thus the time is calculated, that time is local time. അങ്ങനെ കണക്കാക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലോക്കൽ ടൈം എന്ന് വിളിക്കുക. അപ്പോൾ അത് മനസ്സിലായി. ഇനി അടുത്തതാണ് ഗ്രീനിച്ച് ടൈം. ഓക്കെ, അപ്പോൾ ഈ ഗ്രീനിച്ച് ടൈമിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഫീച്ചേഴ്സ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. ദ എർത്ത് വിച്ച് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് axis, that is called rotation. Rotation is the basic factor that influence the change of time. Okay, only one factor that influence the change of time, that is called rotation. But let us discuss 3 facts about rotation. നമുക്കിനി പഠിക്കാൻ പോകുന്നത് റൊട്ടേഷൻ്റെ 3 സവിശേഷതകളാണ്, റൊട്ടേഷൻ്റെ 3 പ്രത്യേകതകളാണ്. നോക്കാം. The first feature, the first characteristics of rotation is, ഇതിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ അറിയോ, ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ അറിയോ? The rotation that is from west to east. You can see the arrow mark. You can see the arrow mark on the board. The rotation that is from west to east. ഭൂമി കറങ്ങുന്നത് എങ്ങനെ അറിയോ? ഇങ്ങനെയാണ് കറങ്ങുക, വെസ്റ്റ് ടു ഈസ്റ്റ്. കണ്ടോ? The earth which rotates from west to east. പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊട്ടേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫാക്ട് അബൌട്ട് റൊട്ടേഷൻ, ദാറ്റ് the earth which rotates from west to east. ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇനി അടുത്തത്, earth which takes 24 hours for one rotation. രണ്ടാമത്തെ പ്രത്യേകതയാണ് earth which takes 24 hours for one rotation. ഭൂമിക്ക് ഒരു തവണ കറങ്ങാൻ which takes 24 hours. എത്ര മണിക്കൂർ വേണമെന്നറിയോ? 24 മണിക്കൂർ വേണം ഭൂമിക്ക് കറങ്ങാൻ. The earth which required 24 hours for one rotation. ഒരു പ്രാവശ്യം ഭൂമിക്ക് കറങ്ങാൻ 24 മണിക്കൂർ വേണം. It considered, we considered these 24 hours as one day. നമുക്കിതൊരു ദിവസമാണ്. അപ്പോൾ നമ്മളത് ഒരു ദിവസം. അപ്പോൾ ഭൂമിക്ക് കറങ്ങാൻ എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂർ വേണം. ദാറ്റ് മീൻസ് 1 day will be taken by the earth for one rotation. ഭൂമിക്ക് ഒരു തവണ കറങ്ങാൻ എത്ര മണിക്കൂർ വേണമെന്നറിയോ? 24 മണിക്കൂർ വേണം. This is the second fact about the rotation. റൊട്ടേഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഘടകമാണിത്. എർത്ത് വിച്ച് ടേക്സ് 24 hours one rotation. We considered it as one day. നമ്മൾ ഇതിനെ ഒരു ദിവസമായി കണക്കാക്കും. മൂന്നാമത്തേതാണ്, as the earth rotates from west to east, the sun that rises in east, the sun that rises in east. ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ, അതായത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് ആയതിനാൽ the sun rises in the east. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ the sun which rises in the east. അതായത് ഇപ്പോൾ ഇവിടെയാണ്, ഇതാണ് ഇതിൻ്റെ സണ്ണിൻ്റെ പൊസിഷൻ. അപ്പോൾ ഭൂമി ഇവിടുന്ന് അങ്ങോട്ടല്ലേ കറങ്ങാം. അപ്പോൾ ഇവിടുത്താണ് ഈസ്റ്റ് കേട്ടോ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇയാൾക്കാണ് സൺറൈസസ് ഉണ്ടാവുക, പിന്നെ അങ്ങനെ പോവും, പിന്നെ ഇയാളുടെ അടുത്തെത്തും,
അപ്പൊ ഇയാൾക്ക് ഇതിങ്ങനെ അപ്പുറമാണ് പോയി, പിന്നെ അടുത്ത ആൾ ഇവിടെ എത്തി. അങ്ങനെ the sun which rises in the east because the earth rotates from west to east. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ട് തന്നെ, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ട് തന്നെ the sun that rises in the east, സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്കാണ്. അപ്പൊ these are the three facts about the rotation of earth. Okay, one more time. The first one, the rotation that is from west to east, rotation that happen from west to east. This is the first fact. And the second one, earth which takes 24 hours for one rotation. ഒരു പ്രാവശ്യം കറങ്ങാൻ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. Then the third fact about the rotation is, as the earth rotates from west to east, the sun rises in the east. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. ഇതാണ് 3 കാര്യങ്ങൾ. ഏതിനെ കുറിച്ചുള്ള? ഈ ഭൂമിയുടെ ഭ്രമണം, റൊട്ടേഷനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പം ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ഗ്രീൻവിച്ച് ടൈം. ഗ്രീനിച്ച് ടൈം. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ഗ്രീനിച്ച് ടൈം. ശരിക്കും ശ്രദ്ധിക്കണം, സമയവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് ഗ്രീനിച്ച് ടൈം. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ഗ്രീനിച്ച് ടൈം. Okay, well, let us discuss what is Greenwich time. The local time we were already discussed Greenwich time. Okay, Greenwich meridian, Greenwich meridian or Greenwich longitude. It is a longitude that is situate the 0 degree of the earth. This is an imaginary line. This is the 0 degree. And the 0 degree longitude is called as Greenwich line, Greenwich meridian. Okay, but the 0 degree longitude is known as Greenwich meridian or Greenwich line. Okay, 0 degree longitude നെയാണ്, 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ? ഗ്രീനിച്ച് ലൈൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് നോട്ട് ഗ്രീനിച്ച് ടൈം, ഗ്രീനിച്ച് ലൈൻ. യു നോ വി ഹാവ് 360 ലോഞ്ചിറ്റ്യൂഡ്സ്. ടോട്ടലി വി ഹാവ് 360 ലോഞ്ചിറ്റ്യൂഡ്. മൊത്തം നമുക്ക് എത്ര ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട് അറിയോ? 360 ലോഞ്ചിറ്റ്യൂഡുകളുണ്ട്. Then this is the 0 longitude, that is called Greenwich line and Greenwich meridian. Okay, then the most of the east. Okay, this is 180. This is 180 longitude in eastern side. This is 180 longitude in eastern side. And this is the 180 longitude in west. Both are equal. അത് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ രണ്ടും. ഓക്കെ, this is the 180 longitude east. This is the 180 longitude west. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഫാക്റ്റൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ഫാക്റ്റ് ഒന്നും ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കണ്ട. അപ്പം നിങ്ങളിത് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. The west longitude is the top most of the west longitude, and ഈ അറ്റത്തുള്ള ലോഞ്ചിറ്റ്യൂഡ് ആണ് 180, and this is the 180 longitude west east. Totally we have 360 longitudes. ടോട്ടൽ നമുക്ക് 360 ലോഞ്ചിറ്റ്യൂഡുകളാണ് ഉള്ളത്. ഇതിനിടയിലൊക്കെ ലോഞ്ചിറ്റ്യൂഡ് 360 ആണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ഏതാണ്ട് ഒരു 180 ലൈൻ, ഇവിടെ 180 ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us discuss about the longitudes. This is the center longitude. This is that vertically on the center.
And the name of this longitude is Greenwich longitude. ഇതിന് ഈ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലൈനിന്റെ പേരാണെന്ത്? ഗ്രീനിച്ച് ലൈൻ അല്ലേ. ഇതിന് എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടാൻ കാരണം എന്ന് ചോദിച്ചാൽ, the Greenwich line that is situated in England, Britain. The place of this line situated, that is Greenwich. ഈ ലൈന് പോകുന്ന സ്ഥലത്ത്, നമ്മളിതൊരു ഇമാജിനറി ലൈനാട്ടോ ഈ ലൈൻ, പക്ഷെ ഈ ലൈൻ ഇതിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആ ലൈൻ പോകുന്ന സ്ഥലമാണ് ഗ്രീനിച്ച്. ഹെൻസ് ദിസ് ലൈൻ ഗോട്ട് ഇറ്റ്സ് നെയിം ഗ്രീനിച്ച് ലൈൻ. അങ്ങനെയാണ് ഇതിന് ഏത് പേര് കിട്ടിയത്? ഗ്രീനിച്ച് ലൈൻ എന്നുള്ള പേര് കിട്ടിയത്. ഹെൻസ് ദിസ് ലൈൻ ഗോട്ട് ഇറ്റ്സ് നെയിം ഗ്രീനിച്ച്, ബിക്കോസ് ദ ലൈൻ ദാറ്റ് ക്രോസിംഗ് the region Greenwich, it is situated in Britain, and the nearest place of this line is Royal Observatory Center. ഒരു റോയൽ വാന നിരീക്ഷണ കേന്ദ്രം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ലൈൻ ദാറ്റ് ഇസ് സിറ്റുവേറ്റ് വെരി ക്ലോസർ ടു ദിസ് റീജിയൻ, റോയൽ ഒബ്സർവേറ്ററി സെന്റർ. ഹെൻസ് ദിസ് ദ നെയിം ഓഫ് ദിസ് ലൈൻ ഈസ് ഗ്രീനിച്ച് ലൈൻ. അതുകൊണ്ടാണ് ഈ രേഖയ്ക്ക് എന്ത് പേരിട്ടി? ഗ്രീനിച്ച് ലൈൻ എന്ന് പേരിട്ടി. കാരണം ഇത് ബ്രിട്ടനിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ കടന്നു പോകുന്ന രേഖയാണ്. അതുകൊണ്ടാണ് ഇത് ഗ്രീനിച്ചിന്റെ പേര്. Then this is the 0 degree longitude. ഇതിന്റെ പേരാണ് 0 degree longitude എന്നാണ് വിളിക്കുക. The time is calculated the world wide, including India and other part of the world. We used this line to calculate the time all over the world. ലോകത്ത് മുഴുവൻ സമയം കാണാൻ ഉപയോഗിക്കുന്ന രേഖയാണ് ഇത്. ഈ രേഖ ഉപയോഗിച്ചാണ് using this line, every part of the earth that is used to calculate their time. അവർ ആ രാജ്യത്തെ സമയം കാണാൻ ഉപയോഗിക്കുന്ന രേഖയാണ്. ഇപ്പൊ ഏത് രാജ്യത്താണെങ്കിലും സമയം കാണാൻ നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഈ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സമയം കാണുന്നത്. അപ്പോൾ സമയം ഒരു 3:30 ഒരു 3:45 എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഏതിനെ ഉദ്ദേശിച്ച അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ ഈ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകം മുഴുവൻ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ദിസ് ലൈൻ ഈസ് കോൾഡ് പ്രൈം മെറിഡിയൻ. അതുകൊണ്ട് ഈ രേഖയ്ക്ക് ഒരു പേരുണ്ട്, പ്രൈം മെറിഡിയൻ എന്ന് ഈ രേഖയെ വിളിക്കുന്നു. അപ്പോൾ ഈ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് ദ ലൈൻ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ബ്രിട്ടൻ ആൻഡ് ദ റീജിയൻ ഈസ് ഗ്രീനിച്ച് ആൻഡ് ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് വെരി ക്ലോസർ ടു ദി റോയൽ ഒബ്സർവേറ്ററി സെന്റർ. And the place of the name of the place that the line passes, that is called Greenwich. Hence the name of this line is Greenwich line. It is the 0 degree longitude. The 0 degree longitude ലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകണം എന്താ അറിയോ? ഇപ്പോൾ ലോകത്ത് മുഴുവൻ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ, to calculate the time world over, this line is used. ഈ രേഖയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ മെറിഡിയൻ ആണ്. ഇങ്ങോട്ട് വരുന്ന കുറേ എത്ര ലൈൻ ഉണ്ട്? ഇങ്ങനെ ഒരു 180 ലൈൻ ഇങ്ങോട്ട് തന്നെ ഉണ്ട് അല്ലേ? 180 ലൈൻ ഇങ്ങോട്ട് തന്നെ ഉണ്ട്. ഈ ലൈനൊക്കെ വിളിക്കുന്ന പേരാണ് മെറിഡിയൻ. ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറിഡിയൻ. അപ്പോൾ പ്രൈം മെറിഡിയൻ ഇതാണ്. ഇതിനെ മെറിഡിയൻ എന്ന് വിളിക്കും, ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ പ്രൈം മെറിഡിയൻ ഇതാണ് പ്രൈം മെറിഡിയൻ. ഓക്കെ, ദിസ് ഇസ് ദ പ്രൈം മെറിഡിയൻ. അപ്പോൾ ലോകത്ത് മുഴുവൻ സമയം കാണാൻ ഉപയോഗിക്കുന്ന ഗ്രീനിച്ച് രേഖയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഒരു സമയം ഉണ്ടാവും. ഇവിടെ ഒരു സമയം, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 10 AM. സമയം 10 AM ആണ്. ദ ടൈം ഓഫ് ദ ഗ്രീനിച്ച് ലൈൻ ഈസ് 10 AM. 10 o'clock AM. The time of Greenwich line is called Greenwich time. ഇവിടെ ഒരു സമയം ഉണ്ടാവും. അതായത് ഇവിടെ സമയം ഇപ്പോൾ 10 AM ആണ് ഇവിടുത്തെ സമയം. ഈ രേഖ കടന്നു പോകുന്ന സ്ഥലത്തെ സമയം എത്രയാണ്? 10 AM ആണെന്ന് വിചാരിക്കുക. ആ 10 AM ആണ് ഗ്രീൻവിച്ച് ടൈം. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലത്തെ സമയമാണ് ഗ്രീനിച്ച് ടൈം.
ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ 10 AM അല്ലേ, ഇത് ഈസ്റ്റിലേക്കുള്ള 0 ഡിഗ്രിക്ക് ശേഷം ഈസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ലൈനാണിത് അല്ലേ, ഈസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ലൈനാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ലൈൻ. ഇനി ഭൂമി ടോട്ടൽ എത്ര ഡിഗ്രിയാണ്, അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്, ഭൂമിയുടെ ടോട്ടൽ എത്രയാണ്? 360 ലോഞ്ചിറ്റ്യൂഡ് ആട്ടോ. ഇങ്ങനെ 360 ലൈൻസ് ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ എത്ര 360 ഉണ്ട്. 360 ലോഞ്ചിറ്റ്യൂഡാണ്. അപ്പോൾ അങ്ങനെ ഈ 360 ലോഞ്ചിറ്റ്യൂഡ് ഇത് മൊത്തം കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര അറിയോ? 24 മണിക്കൂറാണ്. അതായത് ഒരു ഡിഗ്രി കറങ്ങാൻ മൊത്തം 360 ഡിഗ്രിയാണ്. ആകെ ആവശ്യമായ സമയം 24 മണിക്കൂറാണ്. അതായത് ഒരു ഡിഗ്രി ഭൂമിക്ക് കറങ്ങാൻ, to rotate 1 degree, Earth requires 4 minutes. ഭൂമിക്ക് 1 മിനിറ്റ് കറങ്ങാൻ എത്ര മണിക്കൂർ വേണമെന്നറിയോ? ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് വേണം. എർത്ത് വിച്ച് ടേക്സ് 4 minutes for 1 degree rotate. 1 ഡിഗ്രി ഭൂമിക്ക്, അതായത് ഇങ്ങനെ ഒരു കറങ്ങി എത്താൻ ഭൂമിക്ക് എത്ര വേണമെന്നറിയോ? 4 മിനിറ്റ് വേണം. അങ്ങനെ 4 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ മൊത്തം 360 ഡിഗ്രി കറങ്ങാൻ, അതായത് അത് മണിക്കൂറിലേക്ക് ആക്കുമ്പോൾ 24 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. കൃത്യമായിട്ട് എങ്ങനെയാണെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ മധ്യത്തിലുള്ള രേഖയുടെ പേരാണ് ഗ്രീനിച്ച് ലൈൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് വിളിക്കും. അവിടുത്തെ സമയമാണ് ഗ്രീനിച്ച് ടൈം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പേര് കിട്ടിയെന്നുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ, ലോകം മുഴുവൻ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈനാണിത്. ദ ലൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ടൈം ഓഫ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ സമയം കാണാൻ ഉപയോഗിക്കുന്ന ലൈനാണിത്. ഇനി നോക്കിയേ, ഇപ്പോൾ എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ഇവിടെ 10 മണിയാണെന്ന് വിചാരിക്കാം, ഗ്രീനിച്ചിലെ സമയം 10 മണിയാണെന്ന് വിചാരിക്കാം. ഈസ്റ്റിലെ ഈ ഗ്രീനിച്ച് രേഖ, ഇത് 1 ഡിഗ്രി കറങ്ങാൻ എത്ര മിനിറ്റ് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, 4 മിനിറ്റ് വേണ്ടേ? അപ്പോൾ ഇവിടെ സമയം കൂടുതലാവും വരിക, 10:04 കേട്ടോ. ഈസ്റ്റിലേക്ക് പോകും തോറും ടൈം കൂടും, കാരണം അവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് പോകും തോറും സമയം കൂടും, കാരണം ഓക്കെ 10:04. അടുത്ത ലൈനിൽ എത്രയ്ക്കാരും 4 മിനിറ്റ് വെച്ച് കൂടും. Which goes towards the east, the additional time is 4 minutes. അടുത്ത ലൈനിലോ 10:08 ആയിരിക്കും, ഇതിൽ 10:12 ആയിരിക്കും. അങ്ങനെ 4 മിനിറ്റ് വെച്ച് ഇങ്ങനെ കൂട്ടി പോയിട്ട് 180 എത്തുമ്പോൾ അവിടുത്തെ ഇതാവും. അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ എർത്ത് വിച്ച് ടേക്സ് 4 minutes for 1 degree to rotate 1 degree. 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് വേണം. ഇനി നോക്കി, അപ്പോൾ അതായത് കിഴക്കോട്ട് പോകും തോറും ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് വെച്ച് കൂട്ടണം. നമ്മൾ ഈ സമയം പിന്നീട് കൃത്യമായിട്ട് സമയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ പഠിക്കും കേട്ടോ. പിന്നീട് ഒരിക്കൽ നമ്മളിത് പഠിക്കും. ഇനി വെസ്റ്റിലേക്കാണ്, ഇത് വെസ്റ്റിക്ക് നോക്കിയേ, ഇവിടെ 10 o'clock ആണ്. വെസ്റ്റിലേക്ക് ഓരോ ഡിഗ്രി കുറയും തോറും 4 മിനിറ്റ് വെച്ച് കുറയും. അപ്പോൾ 9:56 സമയം. ഇനി അടുത്തതാവുമ്പോഴോ 9:52. അങ്ങനെ കുറഞ്ഞു വരും. ഇനിയിപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ 10:12 ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് ഈസ്റ്റ് വെസ്റ്റ് ഒന്നുമില്ല. ഈ ബാക്ക് സൈഡിലേക്ക് പോരും തോറും 4 മിനിറ്റ് വെച്ച് കുറക്കണം. ഇപ്പോൾ ഇവിടുന്ന് 10:12 അല്ല, ഇതിൻ്റെ ബാക്കിലാകുമ്പോൾ 10:08, അതിൻ്റെ ബാക്കിലാകുമ്പോൾ 10:04, അതിൻ്റെ ബാക്കിലാകുമ്പോൾ 10, പിന്നെ 9:56. ഇങ്ങോട്ട് വരും തോറും കുറച്ച് വരിക. ഇവിടുന്നാണെങ്കിലും അങ്ങോട്ട് പോകും തോറും 4 മിനിറ്റ് വെച്ച് കൂട്ടുകയും ചെയ്യാം. എന്തായാലും ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് ഗ്രീനിച്ച് ലൈനിലെ ആ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇതിന് ഒരു ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഗ്രീനിച്ച് ടൈമാണ്. ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞാൽ അതിന് വേറെ അത് ഒരു ഏതിലൂടെയാണ് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്? ബ്രിട്ടനിലെ
ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തു കൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഒരു റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി സെന്റർ ഒക്കെ ഉണ്ട്, അതിനടുത്തു കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രീനിച്ച് രേഖയ്ക്ക് ആ പേര് കിട്ടിയത്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് ഇത്. ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് കൂടി വിളിക്കും. ബിക്കോസ് ദിസ് ലൈൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ടൈം വേൾഡ് ഓവർ. ലോകത്ത് മുഴുവൻ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കും. ഓൺ ദി ബേസിസ് ഓഫ് ദ ഗ്രീനിച്ച് ലൈൻ that the world time is divided into 24 hours and different zones. ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് 24 ടൈം സോണുകളാക്കി തിരിച്ചിരുന്നു. ഈച്ച് സോൺ ഫോർ 1 hour. ഓരോ സോണിലും ഓരോ മണിക്കൂർ എന്ന അടിസ്ഥാനത്തിൽ 24 മണിക്കൂറായിട്ട്. ഇപ്പോൾ എത്രയാ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 മണിയാണെങ്കിൽ 11 മണിക്ക് ഒരു സോണ്, പിന്നെ അതേപോലെ തന്നെ 12 മണിക്ക് ഒരു സോണ്, അങ്ങനെ 24 സോണ്. ഓരോ സോണിനും ഓരോ മണിക്കൂറായിട്ട് ടോട്ടൽ എത്ര ടൈം സോൺ ഉണ്ട്? വി ഹാവ് 24 ടൈം സോൺ. ഈച്ച് സോൺ ഇറ്റ് ഹാസ് 1 hour. അപ്പോൾ ഓരോ മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സോണുകളാക്കിയിട്ട് 24 സോണുകളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കണ്ട. 24 ടൈം സോണുകളുണ്ട്. ഓരോ ടൈമും ഓരോ സോണും എത്ര മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ 24 ടൈം സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലോക്കൽ ടൈം പഠിച്ചു, ഗ്രീനിച്ച് ടൈം പഠിച്ചു. ഗ്രീനിച്ച് ടൈം ഒന്നുകൂടി പറയാം. ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞത് എവിടുത്തെ സമയമാണ്? ദ ടൈം ഓഫ് ദി ഗ്രീനിച്ച് ലൈൻ. ഗ്രീനിച്ച് ലൈൻ ഈസ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഗ്രീനിച്ച് ടൈം ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് ഗ്രീനിച്ച് ലൈൻ പേര് കിട്ടുക? ബിക്കോസ് ദ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദി ഗ്രീനിച്ച്, ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ in Britain, and the Royal Observatory Center that is situated very closer to the Greenwich lines. Okay, the Greenwich line is used to calculate the time worldwide, and this is the line. On the basis of the Greenwich line, the time zones, we have 24 time zones. Each zones it has 1 hour. ഓക്കെ, ഓരോ മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ 24 ടൈം സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഇനി ഒരു ഡിഗ്രി കറങ്ങാൻ എത്ര മിനിറ്റ് വേണം? ഇറ്റ് ടേക്സ് 4 minutes ഫോർ 1 ഡിഗ്രി റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഇങ്ങനെ ഇങ്ങോട്ട്. അതായത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഗ്രീനിച്ച് ടൈമിൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 മിനിറ്റ് വെച്ച് കൂട്ടുക. വെസ്റ്റിലേക്കാണെങ്കിൽ 4 മിനിറ്റ് വെച്ച് ഇങ്ങനെ കുറക്കുക. അപ്പോൾ വെസ്റ്റ് സൈഡിലേക്കാണെങ്കിൽ 4 പോയിന്റ് വെച്ച് കുറക്കുക. ഈസ്റ്റിലേക്കാണെങ്കിൽ 4 പോയിന്റ് വെച്ച് കൂട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ അപ്പോൾ ഇതിപ്പോൾ വെസ്റ്റേൺ സൈഡാണല്ലേ, എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടുമ്പോഴോ 4 മിനിറ്റ് വെച്ച് കൂട്ടണം. കാരണം ഇതിൻ്റെ ഈസ്റ്റ് അല്ലേ ഇതിൻ്റെ വെസ്റ്റ് ആകുമ്പോൾ 4 മിനിറ്റ് വെച്ച് കുറക്കണം. അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അതിനൊക്കെ ബേസ് എന്ന് പറയുന്നത്, സമയം കാണാൻ ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത് ഗ്രീനിച്ച് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രൈം മെറിഡിയൻ എന്ന് കൂടി വിളിക്കുന്നു. അപ്പോൾ അവിടുത്തെ സമയമാണ് ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഗ്രീനിച്ച് ലൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ടൈം വേൾഡ് വൈഡ്. ഹെൻസ് ദിസ് ഈസ് കോൾഡ് പ്രൈം മെറിഡിയൻ. ഓൺ ദി ബേസിസ് ഓഫ് ദ പ്രൈം മെറിഡിയൻ we have 24 time zones. Okay, and each zones it has 1 hour. Okay, അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ 20 സോണുകളാക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രീനിച്ച് ടൈം അല്ലെങ്കിൽ ഗ്രീനിച്ച് ലൈൻ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.